പത്തനംതിട്ട ജില്ലാ റൈഫിൾ ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സ്കൂബ ഡൈവിംഗ് പരിശീലനം ആരംഭിച്ചു. പത്തനംതിട്ട ആറന്മുളയിലാണ് പരിശീലനം. നെപ്റ്റ്യൂൺ അഡ്വഞ്ചർ പരിശീലന കേന്ദ്രത്തിലെ വിദഗ്ധരായ പരിശീലകരാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നാണ് നീന്തൽ ഉൾപ്പെടെയുള്ള പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സാറേ, ഈ അന്താരാഷ്ട്ര പരിശീലനമാണ് നീന്തൽ പരിശീലനം, ഈ സ്കൂബ ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പിൽ ഒരു 8ഓളം ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സ്കൂബ ഡൈവിംഗ് ഒന്നാണ്, ഫ്ലൈ ബോർഡ്, സ്റ്റാൻഡപ്പ് പെഡല്, പിന്നെ കയാക്കിംഗ്, പിന്നെ ബേസിക്കലി സ്വിമ്മിങ്. അപ്പോൾ സ്വിമ്മിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് മോഡലാണ്. ഞങ്ങളുടെ സ്വിമ്മിംഗ് പ്രോഗ്രാം ഇപ്പോൾ SSI സ്കൂബ സ്കൂൾ ഇൻ്റർനാഷണലിൻ്റെ സ്വിമ്മിംഗ് പ്രോഗ്രാമാണ് ഞങ്ങളിവിടെ ഡെലിവറി ചെയ്യുന്നത്. SSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 120 രാജ്യങ്ങൾക്ക് മുകളിൽ ബ്രാഞ്ചുകളുള്ള, ജർമ്മനിയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള, നമ്മുടെ ISO 9001 2008 ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു സ്വിമ്മിംഗ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ SSIയുടെ 2 സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എത്ര കുട്ടികൾക്കാണ് ഇപ്പോൾ ടീമിൽ എടുത്തിരിക്കുന്നത് 20 കുട്ടികളാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 2 ഇൻസ്ട്രക്ടേഴ്സും 4 അസിസ്റ്റൻറ്റുമാരുമുണ്ട്. അപ്പോൾ അത് വളരെ സേഫായിട്ട് ആ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു. കാരണം ഇതെല്ലാം നമുക്ക് ക്ലാസ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് ആ റേഷ്യോ ഒന്നും നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അതെ, കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതെ, അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്നത് അത് ഒരു റിക്രിയേഷൻ മാത്രമല്ല, അതൊരു ഡേ ടു ഡേ ലൈഫിന് വേണ്ടി ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഒരു അപ്രോച്ചിലാണ് ഞങ്ങളിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ ജില്ലാ ഡിസ്ട്രിക്ട് റൈഫിൾ ക്ലബിൻ്റെ തരത്തിലാണ് ഇങ്ങനെ ഒരു ആശയം വന്നിട്ടുള്ളത്. അത്തരം ഒരു ആശയം വരാൻ കാരണം ഇത്രയും ഒരു പാറമടയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. അത് തന്നെ, ഇത് പ്രയോജനപ്പെടുത്തണം. ഞാൻ കുട്ടികൾക്കുള്ള ധൈര്യം കൊടുക്കുകയും അവർക്ക് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഇവിടെ. റൈഫിളിലുള്ള പരിശീലനത്തിനപ്പുറത്തേക്ക് റൈഫിളിന്റെ പരിശീലനം നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 7 ദിവസത്തെ കഴിഞ്ഞു. അടുത്ത 1-ാം തീയതി മുതൽ വീണ്ടും 7 ദിവസത്തെ ഇതുണ്ട്, പരിശീലനമുണ്ട്. അതിനെല്ലാം കുട്ടികൾ വളരെയേറെ ഉണ്ട്. തന്നെ കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. വൈകിട്ടത്തെ ബാച്ചിൽ പ്രായമുള്ളവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഒരു ആശയം വന്നത് ഈ ഒരു കാര്യം കൊണ്ടല്ലേ? അതെ അതെ. DSP ആയിരുന്നു സാർ, റിട്ടയർഡായി. റൈഫിൾ ക്ലബിൽ അംഗമാണ്, അവിടെയും പരിശീലിക്കുന്നു. ഒപ്പം ഇപ്പം ഈ പരിശീലനത്തിൽ നീന്തൽ പരിശീലനം ഉണ്ട്. എന്ത് തോന്നുന്നു? ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി കമാൻഡൻ്റായിട്ട് പെൻഷനായതാണ്. പെൻഷനായി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു പാഷൻ വെച്ചാണ് ഞാനിപ്പോൾ ഈ റൈഫിൾ ക്ലബിൽ മെമ്പറാകുന്നത്. മെമ്പറായി കഴിഞ്ഞാൽ എനിക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, എനിക്കിത് ഇവിടെ ഞാൻ ട്രെയിനിങ് കിട്ടി, എനിക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് എന്നെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ വരെ പോകാൻ പറ്റും. കാരണം ഞാൻ വെറ്ററനാണ്, 60 വയസ്സിന് മേളിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ ആ രീതിയിൽ ശോഭിച്ചു പോകാൻ പറ്റും. ആ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചേർന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ വാട്ടർ സ്പോർട്സ് കൂടെ ചെയ്തിരിക്കുന്നത്, അഡ്വഞ്ചർ സ്പോർട്സ് കൂടെ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ വരുന്ന ആൾക്കാരെയും ഏതെല്ലാം ലെവലിൽ അവരെ ഉന്നത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കോച്ച് എന്നൊക്കെ ഇപ്പോൾ ഇൻ്റർനാഷണൽ കോച്ചാണ് റൈഫിളിൻ്റെ ഇതിൻ്റെ വാട്ടർ സ്പോർട്സിൻ്റെ പഠിക്കുന്നത്. അതുപോലെ തന്നെ റൈഫിൾ ക്ലബിൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ 5 നാഷണൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്ത്യൻ ടീമിൽ പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അവരൊക്കെ നമുക്ക് കോച്ചിങ് തരുമ്പോൾ ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കിപ്പോൾ ഫയർ ചെയ്യാനുള്ളത്. വളരെയേറെ ആത്മവിശ്വാസം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്. ഐ എം വെരി ഹാപ്പി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരിശീലനം തന്നെയാണ് തുടങ്ങുന്നത്. അത് വലിയൊരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് ആദ്യഘട്ടം തുടങ്ങുന്നത്. വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്ക് കുട്ടികളെ ഇത്തരത്തിൽ നീന്തൽ പരിശീലനത്തിലൂടെ മുഖ്യധാരയിൽ, അതായത് പ്രധാനമായും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ തരണം കഴിയാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആറന്മുളയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.